നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് ഇഷാൻ കിഷൻ. കഴിഞ്ഞ വർഷം അവസാനം വരെ ദേശീയ ടീമിലെ പ്രധാനികളിൽ ഒരാളായിരുന്ന ഇഷാൻ പക്ഷേ പിന്നീട് ടീമിൽ നിന്ന് പുറത്തായി. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള BCCIയുടെ നിർദ്ദേശം അവഗണിച്ചതാണ് താരത്തിന് തിരിച്ചടിയായത്. കലിപ്പിലായ BCCI ആകട്ടെ വാർഷിക കരാർ പട്ടികയിൽ നിന്ന് താരത്തെ പുറത്താക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്താൻ ഇഷാന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുലീപ് ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുകയാണ് ഇപ്പോൾ ഇഷാന് മുന്നിലെ ലക്ഷ്യം. ഇഷാൻ കിഷന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ദുലീപ് ട്രോഫിയിൽ വൻ ട്വിസ്റ്റാണ് നടന്നത്. സ്ക്വാഡിൽ പോലും ഉണ്ടായിരുന്നില്ലാത്ത ഇഷാൻ കളിക്കാനിറങ്ങുന്നതും കിടിലൻ ബാറ്റിംഗുമായി തിളങ്ങുന്നതും ആരാധകർ കണ്ടു. ഇന്ത്യ C ടീമിന് വേണ്ടി കളിക്കുന്ന ഇഷാൻ ദുലീപ് ട്രോഫി രണ്ടാം റൗണ്ട് മത്സരത്തിൽ ഇന്ത്യ സിക്ക് വേണ്ടി കിടിലൻ സെഞ്ചുറി നേടിയിരുന്നു. ഇപ്പോൾ ബോളിംഗിലും ഒരു കൈ നോക്കി അമ്പരപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇന്ത്യ സിക്ക് വേണ്ടി ദുലീപ് ട്രോഫിയിൽ കളിക്കുന്ന ഇഷാൻ കിഷൻ ഇന്ത്യ B ടീമിന്റെ ഒന്നാം ഇന്നിംഗ്സിലാണ് പന്തെറിഞ്ഞത്. ഇന്നിംഗ്സിലെ 73ാം ഓവർ എറിയാൻ ഇഷാൻ എത്തുമ്പോൾ അഭിമന്യുവും വാഷിംഗ്ടൺ സുന്ദറുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. ഈ ഓവറിൽ 7 റൺസാണ് ഇഷാൻ വിട്ടു നൽകിയത്. വിക്കറ്റുകളൊന്നും വീഴ്ത്താൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യ സമയത്ത് ബോളറായും തന്നെ ഉപയോഗിക്കാനാകുമെന്ന് ഇഷാൻ ഈ കളിയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇഷാൻ കിഷൻ പന്തെറിയുന്നത്. ജാർഖണ്ഡ് താരമായ അദ്ദേഹം 2018-ൽ ഉത്തർപ്രദേശിനെതിരെ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ 4 ഓവറുകൾ എറിഞ്ഞിരുന്നു. 2022-ൽ സർവീസസിനെതിരെയും 1 ഓവർ എറിയാൻ ഇഷാൻ എത്തി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇതുവരെ മൊത്തം 6 ഓവറുകൾ മാത്രം എറിഞ്ഞിട്ടുള്ള ഇഷാൻ 26 റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റുകളൊന്നും വീഴ്ത്താൻ സാധിച്ചിട്ടില്ല. ആദ്യം പ്രഖ്യാപിച്ച ദുലീപ് ട്രോഫിയുടെ 2ാം റൗണ്ട് മത്സരങ്ങൾക്കുള്ള 4 ടീമുകളിലും ഇഷാന്റെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ മത്സരത്തിന്റെ ടോസിംഗ് സമയത്ത് ഇന്ത്യ സിക്ക് വേണ്ടി ഇഷാൻ കിഷൻ കളിക്കുമെന്ന് ഉറപ്പാവുകയായിരുന്നു. സ്ക്വാഡിൽ പോലും ഇല്ലാതിരുന്ന ഇഷാൻ ഒടുവിൽ കളിക്കാനിറങ്ങിയത് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ നേരത്തെ BCCI നൽകാതിരുന്നത് തന്നെയായിരുന്നു ഈ അത്ഭുതത്തിന് പിന്നിലെ കാരണം. ടീമിലേക്ക് ലഭിച്ച സർപ്രൈസ് ചാൻസ് 2 കൈയും നീട്ടി സ്വീകരിച്ച ഇഷാൻ കിടിലൻ ബാറ്റിംഗുമായി തിളങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇന്ത്യ C ടീമിന് വേണ്ടി കളിച്ച ഇഷാൻ ഇന്ത്യ B ടീമിനെതിരെ നടന്ന കളിയിൽ ആദ്യ ഇന്നിംഗ്സിൽ 126 പന്തുകളിൽ 14 ബൗണ്ടറികളും 3 സിക്സറുകളും അടക്കം 111 റൺസാണ് നേടിയത്. ഇന്ത്യ B ടീമിനെതിരായ മത്സരത്തിൽ 4ാം നമ്പറിലാണ് ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യാനെത്തിയത്. കിടിലൻ ഫോമിലായിരുന്ന ഇഷാൻ തുടക്കം മുതൽ തന്നെ അനായാസം ബൗണ്ടറികൾ കണ്ടെത്തി മുന്നേറി. ആക്രമിച്ചു കളിച്ച ഇഷാൻ കിഷൻ 88.1 എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിയത്. ഈ ഇന്നിംഗ്സ് ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കാണാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ.